ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി പുതിയ സൃഷ്ടിയായി തീർന്നവർ അവർ ദൈവാനുരൂപരായി സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് വചനത്തിലൂടെ നാം മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈ പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നവരെല്ലാവരും ദൈവത്തിന്റെ പ്രതിമയാണ്. അപ്പൊ ദൈവത്തെ കാണുന്നത് ഈ പുതിയ സൃഷ്ടിയായി തീർന്നവരിലൂടെ നമുക്ക് ദൈവത്തെ കാണാമെന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ നമ്മൾ മനസ്സിലാക്കി ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നവരെല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ച ആദിജാതന്മാരാണ്. ആദിജാതന്മാരായി തീരണമെങ്കിൽ നമ്മൾ ഏകജാതനായ ക്രിസ്തുവിനെ സ്വീകരിച്ചാണ് നമ്മൾ ആദിജാതന്മാരായി തീരുന്നത്. അപ്പൊ രണ്ട് തരം മനുഷ്യരാണുള്ളത്. ഒന്ന് ഏകജാതൻ, അത് ക്രിസ്തുവാണ്. ഇനി വീണ്ടും ആദിജാതന്മാരുണ്ട്. അപ്പൊ ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിൽ നിന്ന് ക്രിസ്തുവായി തീർന്നവരാണ് ആദിജാതന്മാർ. അപ്പൊ ക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവത്തിന്റെ ഏകപുത്രനായ ക്രിസ്തുവിനെ സ്വീകരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ആദിജാതന്മാരായി തീരാം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആദിജാതന്മാർക്ക് ഒരു സഭയുണ്ട്. നമുക്കറിയാം, ഭൂമിയില് എല്ലാ മനുഷ്യരും ഏതെങ്കിലും ഒരു സഭാ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഒന്നെങ്കിൽ അത് പ്രൊട്ടസ്റ്റന്റ് സഭയാകാം, അല്ലെങ്കിൽ കത്തോലിക്ക സഭയാവാം, അല്ലെങ്കിൽ ജാക്കോബിറ്റ് സഭയാവാം, അല്ലെങ്കിൽ ഓർത്തഡോക്സ്, അങ്ങനെ പലവിധ സഭകളുണ്ട്. ആ സഭയിൽ ഏതെങ്കിലും സഭയിലൊരു അംഗമായിരിക്കും ഈ മനുഷ്യരെല്ലാവരും. അങ്ങനെ സഭയിൽ അംഗമല്ലാത്തവർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ സഭ, ഈ ദൈവത്തിന്റെ സഭ, ഇത് ഭൂമിയിലെ സഭയാണ്. ദൈവത്തിനൊരു സഭയുണ്ട്. ദൈവത്തിന്റെ സഭ അത് മറഞ്ഞിരിക്കുന്ന സഭയാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ആദിജാതന്മാരുടെ സഭയാണ്. ആദിജാതന്മാരുടെ സഭയിൽപ്പെട്ടവരെയാണ് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നത് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമുക്ക് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ. അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ. അപ്പൊ സ്വർഗത്തില് ഒരു സഭയുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിനൊരു സഭയുണ്ട്. അപ്പൊ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ആദിജാതന്മാരുടെ സഭയാണ്. അപ്പൊ നമ്മള് ഈ വചനത്തിൽ നിന്ന് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ കത്തോലിക്ക സഭയിലോ ജാക്കോബിറ്റ് സഭയിലോ ഓർത്തഡോക്സ് സഭയിലോ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടവരായി തീരുന്നില്ല. മറിച്ച് നമ്മൾ ഈ സഭയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിന്റെ ഏകജാതന്മാരായി തീർന്നാൽ മാത്രമേ സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതൂ എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാവരും ചിന്തിക്കുന്നത്, ഞാൻ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായി, അപ്പൊ ഞാൻ സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശരീരമാണ്, അപ്പോ നമ്മൾ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോടൊപ്പം ജീവിക്കാൻ പറ്റുമെന്നൊക്കെയാണ് സഭകളും മറ്റുള്ള എല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ച ആദിജാതന്മാരുടെ ഏകജാതനെ സ്വീകരിച്ചാണ് നമ്മൾ ആദിജാതന്മാരായി തീരുന്നത്. അങ്ങനെ ആദിജാതന്മാർക്ക് ഒരു സഭയുണ്ട്. ആദിജാതന്മാരായി തീർന്നവരുടെ സഭയാണ് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന സഭ എന്നാണ് ഈ ഫെബ്രുവരിക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 23-ാം വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ സഭ എന്താണ് ശരിക്കും? നമ്മൾ കണ്ടെത്തിയേക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അംഗമായിരിക്കുന്നതാണോ യഥാർത്ഥ സഭ? യഥാർത്ഥ സഭ അതല്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. സഭയെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യം പഠിപ്പിക്കുകയാണ്. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. അപ്പൊ ഇവിടെ വളരെ സൂക്ഷിച്ചു പഠിച്ചാലാണ് നമുക്ക് അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിയുള്ളൂ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ. അപ്പൊ നമ്മുടെ ശരീരത്തെ രക്ഷിക്കുന്നത് ക്രിസ്തുവാണ്. നമ്മുടെ ഈ ശരീരം ശവക്കുഴിയിൽ നശിപ്പിക്കപ്പെടേണ്ട ശരീരമാണ്. ഇങ്ങനെ ശവക്കുഴിയിൽ നശിപ്പിക്കപ്പെടേണ്ട ശരീരത്തെ വീണ്ടെടുക്കുന്നത് ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തു, അതാണ് ശരീരം ക്രിസ്തുവിനുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ക്രിസ്തുവിനുള്ളതാണ്. അങ്ങനെ ക്രിസ്തു വീണ്ടെടുത്ത ഒരു ശരീരമാണ്, അല്ലെങ്കിൽ ക്രിസ്തു വീണ്ടെടുത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയെയാണ് സഭ എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ചർച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവനാണ് ടെമ്പിൾ ഓഫ് ഗോഡ്. ആ ആലയത്തിലാണ് ദൈവം വസിക്കുന്നത്.
അപ്പൊ ദൈവത്തിന് വസിക്കണമെങ്കിൽ നമ്മൾ ആദ്യം സഭയായി തീരണം, അല്ലെങ്കിൽ നമ്മൾ ചർച്ചായി തീരണം. ആ ചർച്ച് ദൈവത്തിന്റെ ആലയമാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ക്രിസ്തു വീണ്ടെടുത്ത ഒരു വ്യക്തിയാണ് ഈ ചർച്ച് എന്ന് പറയുന്നത്. ആ ചർച്ചിലാണ് ദൈവം വസിക്കുന്നത്. അപ്പൊ ഈ ദൈവത്തിന് വസിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ശരീരം ക്രിസ്തു വീണ്ടെടുത്ത ശരീരമായിരിക്കണം. അപ്പൊ നമ്മുടെ ശരീരത്തെ വീണ്ടെടുക്കുന്നത് ക്രിസ്തുവാണ്. അതാണ് യേശു ഈ മത്തായിയുടെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 28-ാം വാക്യം പഠിപ്പിക്കുന്നത്, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. അപ്പൊ നമ്മുടെ നരകത്തിൽ നശിപ്പിക്കപ്പെടുന്നത് നമ്മുടെ ദേഹവും ശരീരവുമാണ്. അപ്പൊ ഇങ്ങനെ ദേഹവും ദേഹിയും അല്ലെങ്കിൽ നമ്മുടെ ശരീരവും ഈ പ്രാണനും നരകത്തിൽ നശിപ്പിക്കപ്പെടാതെ നമ്മളെ വീണ്ടെടുക്കുന്നത് ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തു വീണ്ടെടുത്ത ഒരു വ്യക്തിയെയാണ് സഭ എന്ന് പറയുന്നത്. അങ്ങനെ ഈ നരകത്തിൽ നശിപ്പിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ശവക്കുഴിയിൽ നശിപ്പിക്കപ്പെടേണ്ട നമ്മുടെ ശരീരത്തെ വീണ്ടെടുക്കുന്നത് ക്രിസ്തുവാണ്. അങ്ങനെ വീണ്ടെടുത്ത ഒരു ശരീരമാണ് ദൈവത്തിന്റെ ചർച്ച്. അല്ലെങ്കിൽ ചർച്ച് എന്ന് പറയുന്നത് ക്രിസ്തു വീണ്ടെടുത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത് ഒരു കാര്യം, യഥാർത്ഥത്തിൽ എന്താണോ നശിപ്പിക്കപ്പെടുന്നത് അതിനാണ് രക്ഷ വേണ്ടത്. അപ്പൊ നമ്മുടെ ശരീരവും പ്രാണനും അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തെയും ദേഹിയുമാണ് ഈ നരകത്തിൽ അല്ലെങ്കിൽ ശവക്കുഴിയിൽ നശിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ നശിപ്പിക്കപ്പെടുന്ന എന്തിനാണ് നാശം വരുന്നത് അതിനാണ് രക്ഷ വേണ്ടത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ, അതുകൊണ്ടാണ് ശരീരം എന്നതോ ക്രിസ്തുവിനുള്ളത്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം പഠിപ്പിക്കുകയാണ്, ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ, ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. അപ്പൊ പെരുന്നാളുകള്, വാവ്, ശബത്ത്, ഇതിനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടാണ്. ഇവയെല്ലാം വരാനിരിക്കുന്നവരുടെ നിഴല് മാത്രമാണ്. ഈ നിഴല് ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു, അത് ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവാണ് ഈ നശിപ്പിക്കപ്പെടേണ്ട ശരീരത്തെ വീണ്ടെടുക്കുന്നത്. അങ്ങനെ ക്രിസ്തു വീണ്ടെടുത്ത ഒരു വ്യക്തിയാണ് സഭ. അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ കത്തോലിക്ക സഭയോ പ്രൊട്ടസ്റ്റന്റ് സഭയോ ജാക്കോബിറ്റ് സഭയോ അങ്ങനെ ഏതെങ്കിലും സഭയല്ല. ക്രിസ്തു വീണ്ടെടുത്ത ഒരു വ്യക്തിയാണ് ചർച്ച് എന്ന് പറയുന്നത്. ആ ചർച്ച് ദൈവത്തിന്റെ ടെമ്പിൾ ആണ്, ടെമ്പിൾ ഓഫ് ഗോഡ് ആണ്. അപ്പൊ ഇങ്ങനെ ഇന്ന് സഭകള് ഈ ലോകം മുഴുവൻ പഠിപ്പിക്കുന്നത് നമ്മുടെ ആത്മാവാണ് നശിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവാണ് നശിച്ചു പോകുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ആത്മാവിനാണ് രക്ഷ വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ആത്മരക്ഷയാണ് വേണ്ടതെന്നാണ് ഇന്നത്തെ ഈ ലോകത്തില് സഭകളും അതുപോലെ ഈ ലോകവും എല്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ ആത്മാവിന് നാശം വരുന്നില്ല. അത് നമ്മുടെ ആത്മാവിനെ നമുക്ക് നൽകിയത് ദൈവമാണ്. നമ്മൾ ഒരു വ്യക്തി മരിക്കുമ്പോൾ അവന്റെ ആത്മാവ് ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നാണ്. അപ്പൊ നമ്മളിവിടെ ഈ കത്തോലിക്ക സഭയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്താൽ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ ഈ ആത്മാവിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. അങ്ങനെ ആത്മാവിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു വ്യക്തി മരിക്കുമ്പോൾ തന്നെ അവന്റെ ആത്മാവ് ദൈവത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. അവന്റെ ദേഹിയുമാണ് ഈ ശവക്കുഴിയിൽ അല്ലെങ്കിൽ നരകത്തിൽ നശിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ നശിപ്പിക്കപ്പെടേണ്ട ഈ ദേഹിയെ വീണ്ടെടുക്കുന്നത് ക്രിസ്തുവാണ്. അങ്ങനെ ഇവിടെ അതാണ് സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം പഠിപ്പിക്കുകയാണ്, പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. അപ്പൊ ആത്മാവ് അതിന് നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ ആത്മരക്ഷയല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ജീവരക്ഷയാണ് വേണ്ടത്. നമുക്ക് നശിച്ചു പോകുന്നത് നമ്മുടെ ജീവനാണ്. അപ്പൊ ഈ ജീവൻ നശിച്ചു പോകാതെ വീണ്ടെടുക്കുന്നത് ക്രിസ്തുവാണ്. അത് ക്രിസ്തു വരുമ്പോഴാണ് ഒരാൾക്ക് ജീവൻ ലഭിക്കുന്നത്. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ വീഡിയോകളിൽ മനസ്സിലാക്കിയതാണ്. പക്ഷെ ലോകം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവരോടൊപ്പം തേജസ്സിൽ വെളിപ്പെടും. അപ്പൊ ഇവിടെ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളത് പഠിച്ചതാണ്. അപ്പൊ ക്രിസ്തു ഒരു വ്യക്തിയിൽ വരുമ്പോഴാണ് അവന് ജീവൻ ഉണ്ടാകുന്നത്. ആ ജീവനാണ് നിത്യജീവനായിട്ട് മാറുന്നത്. ഇവിടെ ഈ ബൈബിൾ പഠിപ്പിക്കുകയാണ്, സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം പഠിപ്പിക്കുകയാണ്, പൊടി പണ്ടായിരുന്നതുപോലെ. നമ്മളറിയാം നമ്മുടെ മനുഷ്യനെ ദൈവം പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ പൊടി കൊണ്ടുണ്ടാക്കപ്പെട്ട മനുഷ്യൻ ഈ ജീവൻ ലഭിച്ച് ജീവനുള്ളവനായി തീർന്നില്ല എങ്കിൽ അവൻ പൊടിയിലേക്ക് തന്നെ തിരികെ പോകും. എന്നാൽ ജീവൻ അവനില് ക്രിസ്തു വന്ന്
ക്രിസ്തു വന്ന് അവന് ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ അവൻ രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. അവന് സ്വർഗീയ ശരീരം ലഭിച്ച് അവൻ സ്വർഗീയ ശരീരം ഉള്ളവനായി സ്വർഗത്തിൽ പിതാവിനോടൊപ്പം ആയിത്തീരുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ലോകം മുഴുവൻ പഠിപ്പിക്കുന്നത് നമുക്ക് ജീവരക്ഷയാണ് ആവശ്യം. ഒരു മനുഷ്യന് ഒരു മനുഷ്യന് ആത്മരക്ഷയാണ് വേണ്ടതെന്നാണ്. അവന്റെ ആത്മാവാണ് നശിച്ചു പോകുന്നത്. എന്നാൽ ഏതൊരു വ്യക്തിയുടെയും ആത്മാവ് നശിക്കുന്നില്ല. ആത്മാവ് അതിന് നൽകിയ ദൈവത്തിങ്കലിന്റെ അടുക്കിലേക്ക് മടങ്ങി പോകുന്നു. പൊടി കൊണ്ടായിരുന്ന പോലെ പൊടിയിലേക്ക് ചേരും. ഇതാണ് സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഒരു വ്യക്തിയുടെ ദേഹവും ദേഹിയുമാണ് നരകത്തിൽ നശിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഈ നശിപ്പിക്കപ്പെടേണ്ട ഈ ദേഹവും ദേഹിയും വീണ്ടെടുക്കുന്നത് ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തുവിനെ ലഭിക്കുമ്പോഴാണ് നമുക്ക് ജീവനുണ്ടായി ആ ജീവൻ നിത്യജീവനായി തീരുന്നത്. ഇനി ലൂക്കായുടെ നമുക്കറിയാം ഈ ഇങ്ങനെ ആദ്യജാതന്മാരുടെ സഭയിലെ ആദ്യത്തെ അംഗമാണ് നമ്മുടെ രക്ഷാനായകനായ യേശു ക്രിസ്തു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം പഠിപ്പിക്കുകയാണ്, അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ച് ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അപ്പൊ ആദിജാതനായ മകനെ പ്രസവിച്ചു. അവിടെ എന്തിനാണ് ആദിജാതനായ മകനെ പ്രസവിച്ചെന്ന് എഴുതിയേക്കണേ? ആദിജാതനെ പ്രസവിച്ചെന്ന് എഴുതിയാ പോരെ? ആദിജാതനായ മകനെ പ്രസവിച്ചെന്ന് എഴുതിയേക്കണേ എന്തുകൊണ്ടാണ്? ഇത് നമ്മള് മനസ്സിലാക്കേണ്ടത് ബൈബിൾ ഇങ്ങനെ ലൈവായിട്ട് എഴുതിയ ഒരു കാര്യമല്ല. യേശു ജനിച്ച് 140 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ വചനം എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ യേശു ആദിജാതനാണെന്ന് ഇത് എഴുതിയ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. പരിശുദ്ധാത്മാവാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിനറിയാം യേശു ആദിജാതനാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ച ആദ്യത്തെ വ്യക്തിയാണ് യേശു ക്രിസ്തു എന്ന് ഈ വചനം രേഖപ്പെടുത്തിയവർക്കറിയാം. അപ്പോൾ ഈ ആദിജാതന്മാരുടെ സഭയിലെ ആദ്യത്തെ അംഗമാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് അവിടെ ആദിജാതനായ മകനെ പ്രസവിച്ചു. യേശു ആദിജാതനാണെന്ന് ഈ വചനം എഴുതിയവർക്കറിയാം. അതുകൊണ്ടാണ് ആദിജാതനായ മകനെ പ്രസവിച്ചു എന്ന് എഴുതിയേക്കണേ. അല്ലെങ്കിൽ അവിടെ ആദിജാതനെ പ്രസവിച്ചു എന്ന് എഴുതിയുള്ളൂ. അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടി ജനിച്ചു അവനെ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തി എന്നല്ലേ എഴുതുള്ളൂ. ആദിജാതനായ മകനെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ യേശു ആദിജാതനാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആദിജാതനായ മകനെ പ്രസവിച്ചു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ആദിജാതന്മാരാകണോ? അങ്ങനെ ബൈബിള് പഠിപ്പിക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും ആദിജാതന്മാരായി തീരണമെന്ന് ബൈബിൾ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? നമുക്ക് അത് നോക്കാം. ഈ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 23-ാം വാക്യം പഠിപ്പിക്കുകയാണ്, ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ ആത്മീയ നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുകയാണ്. അതെന്തിനു വേണ്ടിയാണ്? നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരായി തീരാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്, ഈ ആദ്യദാനമായി ആത്മീയത ലഭിച്ചവരെല്ലാവരും തന്റെ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പൊ നമ്മള് ഈ ദൈവത്തിന്റെ ആത്മീയത ഹൃദയത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആഗ്രഹം ദൈവത്തിന്റെ പുത്രനായി തീരണമെന്നാണ്. ദൈവത്തിന്റെ പുത്രനായി തീരണമെന്ന് അവന് ഓരോ ദിവസവും ഉള്ളിൽ ആഗ്രഹിച്ച് കഴിഞ്ഞുകൂടുകയാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മീയത ഹൃദയത്തിൽ ലഭിച്ചവർക്ക്, യഥാർത്ഥമായ ദൈവത്തിന്റെ ജ്ഞാനം ലഭിച്ചവർക്ക് അവരുടെ ആഗ്രഹം അവർക്ക് ദൈവത്തിന്റെ പുത്രനായി തീരണമെന്നാണ്. ഇനി റോമർക്ക് എഴുതിയ ലേഖനം തന്നെ 8-ാം അധ്യായം 28-29 വാക്യം പഠിപ്പിക്കുകയാണ്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെന്ന് നാം അറിയുന്നു. അപ്പൊ ദൈവം വിളിച്ചവരൊക്കെ ദൈവം എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി വ്യാപരിക്കുന്നതെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. നീ എന്താണ് ഈ നന്മ? ഈ ദൈവം വിളിച്ചവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു പറഞ്ഞാൽ ദൈവം നമുക്ക് തരുന്ന നന്മ എന്താണ്? ആ നന്മ നമ്മൾ പുത്രനായി തീരുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ പുത്രനായി തീരുന്നതാണ് ദൈവം തരുന്ന യഥാർത്ഥ നന്മ. അതിന്റെ 29-ാം വാക്യം പഠിപ്പിക്കുകയാണ്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ ഈ വചനമൊക്കെ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള വചനമാണ്. ഈ വചനം യഥാർത്ഥമായിട്ട് ഗ്രഹിക്കാത്തതുകൊണ്ടാണ് നമ്മൾ പുത്രന്മാരായി തീരേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കാത്തത്. ഈ ലോകം മുഴുവൻ യേശുക്രിസ്തു മാത്രമാണ് ദൈവത്തിന്റെ ഏകപുത്രൻ എന്ന് വിശ്വസിക്കുന്നത് ഈ വചനമൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്, അവൻ മുന്നറിഞ്ഞവരെ. അപ്പൊ മുന്നറിഞ്ഞവരെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലേക്ക് ജനിച്ച എല്ലാവരും ദൈവം മുന്നറിഞ്ഞവരാണ്.
തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന്. അപ്പൊ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അനേകം സഹോദരന്മാരിൽ ആദിജാതനായി തീരണം. അപ്പൊ ദൈവത്തിന്റെ ഏകപുത്രനായ ക്രിസ്തുവിനെ സ്വീകരിച്ച് നമ്മളെല്ലാവരും ആദിജാതന്മാരായി തീരണം. അതിന് ദൈവം എന്ത് ചെയ്തു? അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന്. അപ്പൊ അനേക സഹോദരന്മാരിലൂടെ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ അതേ രൂപമായിട്ട് രൂപാന്തരം പ്രാപിക്കാനായിട്ട് ദൈവം ഈ ക്രിസ്തുവിനെ മുൻ നിയമിച്ചിരിക്കുകയാണ്. അപ്പൊ വചനം എത്ര കറക്റ്റ് ആണെന്ന് നോക്കിയേ, നമ്മൾ പഠിക്കുന്നത് എത്ര കറക്റ്റ് ആണെന്ന് നോക്കിയേ. നമ്മളെല്ലാവരും ദൈവത്തിന്റെ പുത്രനായി തീരണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതിന് ദൈവത്തിന്റെ ആത്മീയത നമ്മുടെ ഹൃദയത്തിൽ നൽകുന്നു. ഇങ്ങനെ ഹൃദയത്തിൽ ആത്മീയത ലഭിച്ചവരുടെ ഒരേ ഒരു ആഗ്രഹം എങ്ങനെയെങ്കിലും ദൈവത്തിന്റെ പുത്രനായി തീരണമെന്നാണ്. ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്. അങ്ങനെ പുത്രനായി തീരാൻ വേണ്ടി എന്ത് ചെയ്തു? ദൈവം താൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ അതേ സ്വരൂപത്തോട് അനുരൂപമായി തീരണം. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ രൂപത്തോട് അതേ രൂപത്തിലായി തീരണം. അതിനുവേണ്ടി ദൈവം ക്രിസ്തുവിനെ മുൻ നിയമിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ സത്യം മനസ്സിലാക്കി നമ്മൾ ക്രിസ്തു ആയി തീർന്ന് നമ്മൾ ക്രിസ്തുവുമായിട്ട് ഏക ശരീരമായി തീരണം. അതാണ് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ. അപ്പൊ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ വേണ്ടി ദൈവം ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി മുൻ നിയമിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ക്രിസ്തു ഏകജാതനാണ്. ഈ ഏകജാതന് ജനിക്കുവാൻ ഒരു ശരീരം ആവശ്യമാണ്. അവൻ ആ ഏകജാതൻ ആരാണ് ജാതനെ സ്വീകരിച്ചത്? അവന്റെ ശരീരത്തിലാണ് ഏകജാതൻ വസിക്കുന്നത്. അപ്പൊ ഏകജാതനായ ഈ പുത്രൻ ആദിജാതനായി തീർന്ന വ്യക്തിയുമായിട്ട് ഒരു ശരീരമായി തീർന്നു. ഇതാണ് ബൈബിളിന്റെ ഏറ്റവും വലിയ മർമ്മം, അല്ലെങ്കിൽ ബൈബിളിലെ ഏറ്റവും വലിയ രഹസ്യം ഇതാണ്. ഏകജാതനായ ക്രിസ്തുവുമായിട്ട് നമ്മൾ ഏക ശരീരമായി തീരണം. അതിന് ദൈവം ക്രിസ്തുവിനെ മുൻ നിയമിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി തീരുവാൻ വേണ്ടി ദൈവം പുത്രനെ തന്റെ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് തന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ തക്കവണ്ണം തന്റെ പുത്രനെ മുൻ നിയമിച്ചിരിക്കുന്നു. അതിനും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അവൻ മുന്നറിഞ്ഞവരെ, ഇങ്ങനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച എല്ലാ മനുഷ്യരെയും തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ, നമുക്കറിയാം യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് വിളിച്ചിരിക്കുന്നത് സഹോദരന്മാരെന്നാണ്. ഇപ്പൊ ഇതിന്റെ അർത്ഥം മനസ്സിലായ സഹോദരന്മാരായിത്തീരുന്നത് എങ്ങനെയാണെന്ന്? യേശു പറഞ്ഞു, എന്റെ സഹോദരന്മാരോട് പോയി പറയാൻ, ഞാൻ ഉയർത്തെഴുന്നേറ്റ് ഞാൻ അവരെ ജെറുസലേമിൽ വെച്ച് കാണും. ഇങ്ങനെ നിങ്ങൾ എന്റെ സഹോദരന്മാരോട് പോയി പറയണം എന്നാണ് പറഞ്ഞത്. എന്നാൽ യേശുവിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ശിഷ്യന്മാരിൽ യൂദ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ യേശു അവരെ വിളിച്ചത് സ്നേഹിത എന്നാണ് വിളിച്ചത്. അപ്പൊ വ്യത്യാസം മനസ്സിലായോ? ക്രിസ്തുവിൽ ഒന്നായി തീർന്നവരെല്ലാവരും സഹോദരന്മാരാണ്. നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ബന്ധത്തിലുള്ളവരല്ല സഹോദരന്മാര്. യഥാർത്ഥ സഹോദരന്മാരെന്ന് പറയുന്നത് ക്രിസ്തുവിൽ ഒന്നായി തീർന്നവരാണ് സഹോദരന്മാര്. അപ്പൊ ഈ ദൈവം ആഗ്രഹിക്കുകയാണ് ഈ തന്റെ സഹോദരന്മാരെല്ലാവരും എന്ത് ചെയ്യണം? തന്റെ പുത്രനായ ക്രിസ്തുവുമായി അനുരൂപരായി തീരണം. അതുകൊണ്ട് ക്രിസ്തുവിനെ മുൻ നിയമിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ സത്യം മനസ്സിലാക്കി ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് നാം ക്രിസ്തുവുമായിട്ട് ഏക ശരീരമായി തീരണം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇതാണ് ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്തത്. അപ്പൊ ദൈവത്തിന്റെ ഏകജാതനായ ക്രിസ്തുവിനെ സ്വീകരിച്ച് നമ്മൾ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീർന്ന് നാം ക്രിസ്തുവുമായി ഏക ശരീരമായി തീരണം. അങ്ങനെ ഏക ശരീരമായി തീരുമ്പോൾ നമ്മുടെ ജഡീക മനുഷ്യൻ മരിച്ച് നമ്മൾ ആത്മീയ മനുഷ്യനായി തീരുന്നു. നമ്മുടെ ജഡീക മനുഷ്യൻ പുറത്തും ആത്മീയ മനുഷ്യനായ ക്രിസ്തു അകത്തുമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈ ആത്മീയ മനുഷ്യനായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജഡീക മനുഷ്യൻ മരിച്ച് നമ്മൾ ക്രിസ്തുവുമായി ഏക ശരീരമായി നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം. നമ്മുടെ ജഡീക മനുഷ്യൻ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നത് ആത്മീയ മനുഷ്യനായിട്ടാണ്. അത് ക്രിസ്തുവുമായി ഏക ശരീരമായി തീർന്നിട്ടാണ്. അപ്പൊ ഈ ക്രിസ്തുവുമായി ഏക ശരീരമായി തീരുവാൻ വേണ്ടി ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ക്രിസ്തുവുമായിട്ട് അനുരൂപരായി തീരുവാൻ വേണ്ടി മുൻ നിയമിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ സത്യം തിരിച്ചറിഞ്ഞ് ക്രിസ്തുവുമായി അനുരൂപരായി, അല്ലെങ്കിൽ ക്രിസ്തുവുമായിട്ട് ഏക ശരീരമായി തീരണമെന്നാണ് ഇവിടെ ബൈബിള് പഠിപ്പിക്കുന്നത്. ഈ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം പഠിപ്പിക്കുകയാണ്, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം സത്യവചനത്തിൽ നിന്ന്,
അപ്പൊ സത്യവചനത്തിൽ നിന്ന് ഒരു വ്യക്തി ജനിക്കുമ്പോഴാണ് അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായി തീരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നാം ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന്, അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം ഇതാണ്, നമ്മൾ എങ്ങനെയെങ്കിലും ദൈവത്തിന്റെ ആദ്യ ജാതന്മാരായി തീരണം. ദൈവത്തിന്റെ ആദ്യ ജാതന്മാരായി തീരുവാൻ വേണ്ടി നമ്മളെ ദൈവം സത്യവചനത്തിൽ നിന്ന് ജനിപ്പിച്ചിരിക്കുകയാണ്. സത്യവചനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അപ്പൊ ശരിക്കും ഈ ഭൂമിയിൽ ദൈവത്തിന്റെ വചനത്തെ ദൈവം ഭൂമിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവായിട്ടാണ്. ഇത് മനസ്സിലാക്കിയാലേ ബൈബിൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ദൈവത്തിന്റെ പുത്രൻ യേശുവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ക്രിസ്തുവായി തീരാൻ പറ്റില്ല. ദൈവത്തിന്റെ പുത്രൻ ക്രിസ്തുവാണെന്നും ആ ക്രിസ്തുവിനെ സ്വീകരിച്ചാണ് യേശു ക്രിസ്തുവായി തീർന്നതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളും യേശുവിന്റെ പാത പിന്തുടർന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ച് നമ്മൾ ആദിജാതന്മാരായി തീരുന്നത്. ഇങ്ങനെ ആദിജാതന്മാരുടെ സഭയിലാണ് നമ്മൾ അംഗത്വം നേടേണ്ടത്. ആദിജാതന്മാർക്കൊരു സഭയുണ്ട്, അതാണല്ലോ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നവരുടെ സഭ. അപ്പൊ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയിലാണ് നമ്മൾ അംഗത്വം നേടേണ്ടത്. അപ്പൊ നമ്മള് ഇവിടെ ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും സഭയിൽ അംഗത്വം നേടിയതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മള് അംഗത്വം നേടേണ്ടത് ദൈവത്തിന്റെ ആദിജാതന്മാരുടെ സഭയിലാണ്. അതാണ് ഇവിടെ യാക്കോബിന്റെ ലേഖനം 1-18 വാക്യം പഠിപ്പിക്കുന്നത്. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവന്റെ ഇഷ്ടഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഒരു വ്യക്തി സത്യവചനത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറുന്നത്, ദൈവത്തിന്റെ ആദിജാതന്മാരായി തീരേണ്ടത്. അപ്പൊ നമുക്കെല്ലാവർക്കും നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഈ ബൈബിളിന്റെ ഈ മർമ്മം മനസ്സിലാക്കി നമ്മൾ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ക്രിസ്തുവുമായി ഏക ശരീരമായി തീർന്ന് നമ്മൾ ആദിജാതന്മാരായി തീരണം. അങ്ങനെ ആദിജാതന്മാരായി തീരുമ്പോഴാണ് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയിൽ നമ്മൾ അംഗത്വം നേടുന്നത്. അപ്പൊ നമുക്ക് ഈ സത്യം മനസ്സിലാക്കി സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ ആ ആദിജാതന്മാരുടെ സഭയിൽ അംഗത്വം നേടുവാൻ പരിശ്രമിക്കാം. അതിന് ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവുമായി ഏക ശരീരമായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.